ദൈവത്തിന്റെ കൈകൊണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ വിവാദ ഗോൾ പിറന്ന അതേ മത്സരത്തിൽ തന്നെ നൂറ്റാണ്ടിന്റെ ഗോളും അയാളുടെ കാലിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് വലയിൽ കയറണമെന്നത് ഏത് ഫുട്ബോൾ ദൈവത്തിന്റെ നിശ്ചയമായിരിക്കും? മറഡോണ തീരുമാനിച്ചാൽ അത് തടയാൻ ഒരു ദൈവത്തിനും കഴിയില്ലെന്നത് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ച മത്സരത്തിൽ പിറന്ന ആ രണ്ട് ഡീഗോ ടച്ചുകളിൽ ഫുട്ബോൾ തലമുറകൾ കൂടുതൽ പിടിച്ചിരുന്നത് ഏതിലായിരിക്കും? 1986 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലാണ് കഥയുടെ ഇതിവൃത്തം. പീറ്റർ ഷിൽട്ടന്റെയും ഗാരി ലിനേക്കറുടെയും ഇംഗ്ലണ്ട് അത്ഭുത പരിശീലകനായ സർ ബോബി റോബ്സന്റെ കീഴിലിറങ്ങുമ്പോൾ അപ്പുറത്ത് അർജന്റീന കുപ്പായത്തിലെ മറഡോണ മാത്രം ചിലതെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു. മാസ്മരിക ഡ്രിബ്ലിംഗ് ഇന്ദ്രജാലം കൊണ്ട് പ്രതിരോധ നിരക്കാരെ നിഷ്പ്രഭമാക്കിയ 5 അടി 5 ഇഞ്ചുകാരനെ വീഴ്ത്താൻ ഒരു ആയുധം മാത്രമാണ് ഒടുവിൽ റോബ്സ് കണ്ടെത്തിയത്: മാരകമായ ഫൗളുകൾക്കിരയാക്കുക. മറഡോണയുടെ കാലിൽ പന്തെത്തുമ്പോഴെല്ലാം റോബ്സും സഹായി ഡോൺ ഡോവും ക്യാപ്റ്റൻ ഷിൽട്ടനും പരുക്കൻ ഫൗൾ ചെയ്യാൻ സഹതാരങ്ങളോട് അലമുറയിട്ടു: അവനെ തീർക്കൂ. ആ ആക്രോശങ്ങളെയെല്ലാം ഡ്രിബിൾ ചെയ്തു മുന്നേറി മറഡോണ നേടിയ ഗോളുകളായിരുന്നു അവ രണ്ടും. 52-ാം മിനിറ്റിലായിരുന്നു വിവാദത്തിനിടയാക്കിയ ഗോൾ പിറന്നത്. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടന് നൽകിയ പന്ത് തൊട്ടടുത്തു വെച്ച് മറഡോണ ഹെഡ് ചെയ്യാൻ ശ്രമിച്ചു. തന്നേക്കാൾ പൊക്കമുള്ള ഷിൽട്ടനെ ഹെഡ് ചെയ്ത് മറികടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മറഡോണ ഒരൊറ്റ കൈ പ്രയോഗം നടത്തി. ഇടത് കൈകൊണ്ട് പന്ത് തട്ടി വലയിലാക്കി. ഇംഗ്ലീഷ് താരങ്ങളുടെ അപ്പീൽ റഫറി അനുവദിച്ചില്ല. ചെകുത്താൻ ദൈവത്തിന്റെ കുപ്പായത്തിലെത്തിയെന്ന് ഇതിനെ ഫുട്ബോൾ ലോകം വിമർശിച്ചു. വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ കൈകളെന്നാണ് മറഡോണ ആ ഗോളിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അതേ മത്സരത്തിൽ ദൈവത്തിന്റെ കാൽ സ്പർശവും ഉണ്ടായി. 4 മിനിറ്റിനുള്ളിൽ എല്ലാ പാപക്കറയും മറഡോണ കഴുകിക്കളഞ്ഞു. അർജന്റീനയുടെ പകുതിയിൽ നിന്ന് ലഭിച്ച പാസുമായി 60 വാരയോളം ഒറ്റക്ക് മുന്നേറി 6 ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് 10 സെക്കൻഡിൽ ഡീഗോ മറഡോണയുടെ അടുത്ത ഗോൾ പിറന്നു. ഒരു നിമിഷം സ്തംഭിച്ചു പോയ ലോകം പിന്നീട് ഈ ഗോളിനെ നൂറ്റാണ്ടിന്റെ ഗോൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ വിജയത്തിന് ശേഷം സെമിയിൽ ബെൽജിയത്തെയും ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെയും തോൽപ്പിച്ച് അർജന്റീന കിരീടം നേടി. തങ്ങളെ ഒരു കാലത്ത് അടക്കി ഭരിച്ച സാമ്രാജ്യത്വ ശക്തിക്കെതിരെ നേടിയ വിപ്ലവ വിജയമെന്നായിരുന്നു ഡീഗോ അതിനെ വിശേഷിപ്പിച്ചത്. ദൈവത്തിന്റെ കൈസ്പർശവും കാൽസ്പർശവും സംഭവിച്ച ആ 2 ഗോളുകൾക്കും വിജയത്തിനും ഇന്നേക്ക് 39 വയസ്സ്.